അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിന്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരിക്ക് ശരി നൽകാം. താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് അവിടെ 2 ഉത്തരങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ ശരിയായ ഉത്തരത്തിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, പരലോകത്ത് സജ്ജനങ്ങൾക്കായി അല്ലാഹു ഒരുക്കി വെച്ച ഭവനമാണ് നരകം, സ്വർഗം. ഏതാണ്? സ്വർഗമാണ്. രണ്ടാമത്തത്, ദുർജനങ്ങൾക്കായി അല്ലാഹു പരലോകത്ത് ഒരുക്കി വെച്ചതാണ് നരകം, സ്വർഗം. ഏതാണ് ശരി? നരകം എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തത് സ്വർഗം, അതിന് നേരെ ശരി നൽകുക. രണ്ടാമത്തത് നരകം, അതിന് നേരെ ശരി നൽകുക. മൂന്നാമത്തെ ചോദ്യം, നരകത്തിന് മുകളിലായി ഒരു പാലമുണ്ട്, അതിന് പറയുന്നു ഹൗദുൽ കൗസർ, സിറാത്ത്. ഏതാണ്? സിറാത്ത് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം, പാലത്തിൽ നിന്നും വഴുതി നരകത്തിൽ വീഴും ദുർജനങ്ങൾ, സജ്ജനങ്ങൾ. ആരാണ്? ദുർജനങ്ങളാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തെ ചോദ്യം, അന്ത്യനാൾ അടുക്കും തോറും മനുഷ്യർ കൂടുതൽ നന്നായിക്കൊണ്ടിരിക്കും, ദുഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ദുഷിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി ആറാമത്തത്, ഇസ്ലാമിന്റെ 2ാമത്തെ അടിസ്ഥാന പ്രമാണമാണ് ഖുർആന്, സുന്നത്ത്. അപ്പൊ സുന്നത്ത് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 2ാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അവിടെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം ഈ 6 പൂർത്തിയാക്കിയിട്ട് എഴുതുക. ഒന്നാമത്തെ ചോദ്യം, നബിയുടെ ചര്യയും സ്വഹാബത്തിന്റെ മാതൃകയും പിൻപറ്റിയവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അപ്പൊ അവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. അപ്പൊ അവിടെ സൃഷ്ടിച്ചത് എന്നുള്ളത് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, അവിശ്വാസികളുടെ ശിക്ഷ ശാശ്വതമായിരിക്കും. അപ്പൊ അവിടെ ശാശ്വതമായിരിക്കും എന്ന് എഴുതുക. നാലാമത്തത്, വലക്കും ഫീഹ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹ മാ തദ്ഊന. തദ്ഊന എന്നുള്ളതാണ് അവിടെ ഫീഹ തദ്ഊന, ഫീഹ മാ തദ്ഊന എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. അഞ്ചാമത്തത്, അഷ്ശഫാഅത്തുൽ ഉളുമ, നമ്മുടെ നബിക്ക് മാത്രമുള്ളതാണ് എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. ഇനി അവസാനത്തെ ചോദ്യമാണ്, ഖുർആനിന്റെ സംരക്ഷണം അല്ലാഹു തആല ഏറ്റെടുത്തതാണ്. ഇനി 3ാമത്തെ പ്രവർത്തനമാണ് 3 വീതം വാചകം എഴുതാം. ഒന്നാമത്തത് ഹൗദുൽ കൗസർ. അപ്പൊ ഈ ഹൗദുൽ കൗസറിന്റെ 3 വാചകം എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത്, അത് വളരെ വലുതാണ്, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്, തേനിനേക്കാൾ മധുരമുള്ളതാണ്, കസ്തൂരിയേക്കാൾ വാസനയുള്ളതാണ്, അതിലെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണത്തേക്കാൾ അധികരിച്ചതാണ്, അതിൽ നിന്നും കുടിച്ചവർക്ക് ഒരിക്കലും ദാഹം ഉണ്ടാവുകയില്ല, നമ്മുടെ നബിതങ്ങളുടെ ഉമ്മത്തുകളിൽ സജ്ജനങ്ങൾക്ക് അതിൽ നിന്നും കുടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും 3 മാത്രം അവിടെ എഴുതുക. രണ്ടാമത്തത് സിറാത്ത്. സിറാത്തിനെ കുറിച്ചുള്ള വാചകം എഴുതാം 3. ഒന്നാമത്തത്, നരകത്തിന്റെ മുകളിലായി ഒരു പാലമുണ്ട്, അതിന് സിറാത്ത് എന്ന് പറയുന്നു. അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, മുടിയേക്കാൾ നേരിയതാണ്, കറുത്ത രാവിനേക്കാൾ ഇരുണ്ടതാണ്, മുഴുവൻ ജനങ്ങളും അതിലൂടെ നടക്കും. അപ്പം അവിടെ ഏതെങ്കിലും 3 മാത്രം എഴുതുക. ഇനി അടുത്തത് 4ാമത്തെ പ്രവർത്തനമാണ് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, നന്മ തിരഞ്ഞെടുക്കുന്നതിൽ ഉണ്ട് എന്തെല്ലാം? അള്ളാഹുവിന്റെ മുൻ നിശ്ചയവും ഉദ്ദേശ്യവും പൊരുത്തവും തൃപ്തിയും, അതെല്ലാം നന്മ തിരഞ്ഞെടുക്കുന്നതിലുണ്ട്.
രണ്ടാമത്തെ ചോദ്യം, ഇഹ്സാൻ എന്നാൽ എന്താണ്? ഉത്തരം, അള്ളാഹുവിനെ നേരിൽ കാണുന്ന പോലെ അവനെ നീ ആരാധിക്കുകയാണ്. അവനെ നീ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട്. ഒന്നുകൂടെ നോക്കാം. അള്ളാഹുവിനെ നേരിൽ കാണുന്ന പോലെ അവനെ നീ ആരാധിക്കുക. അവനെ നീ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട്. അതാണ് ഇഹ്സാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, തൗഹീദിന്റെ കലിമത്ത് ഏതാണ്? ഉത്തരം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് തൗഹീദിന്റെ കലിമത്ത്. നാലാമത്തത്, വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത് ഏതിന്? ഉത്തരം, നിർബന്ധമായും അവനുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾക്ക്. അപ്പൊ നിർബന്ധമായും അവനുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾക്കാണ് വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത്. അഞ്ചാമത്തത്, ഹഫലത്ത് എന്ന മലക്കുകളുടെ ജോലി എന്താണ്? ഉത്തരം, ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവർ. അപ്പം ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവരാണ് ഹഫലത്ത് എന്ന മലക്കുകൾ. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, മുർസലുകൾക്ക് ജായിസായ സിഫത്ത് ഏതാണ്? അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരാത്ത മനുഷ്യ സഹജമായ കാര്യങ്ങൾ. രണ്ടാമത്തത്, ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴി തെറ്റിപ്പോയവരെയും ക്ഷണിക്കലാണ്. അതാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ബിദ്അത്തുൻ വലാല. ബിദ്അത്തുൽ വലാല എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായ ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കലാണ് ബിദ്അത്തുൽ വലാല. നാലാമത്തത്, ബർസഖ്. ബർസഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ്. ഇനി ആറാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത അടയാളങ്ങൾ ഏതെല്ലാമാണ്? ഇമാം മഹ്ദി വരൽ, ദജ്ജാൽ പുറപ്പെടൽ, ഈസാ നബി ആകാശത്ത് നിന്നും ഇറങ്ങി വരൽ, ഈസാ നബി ദജ്ജാലിനെ കൊല്ലൽ, യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടൽ, ദാബത്തുൽ അർള് എന്ന അത്ഭുത മൃഗം പുറപ്പെടൽ, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കൽ, അതിഭയാനകമായ ഒരു തീ പുറപ്പെടൽ, പരിശുദ്ധ കഅബ പൊളിക്കപ്പെടൽ, ഖുർആൻ ഉയർത്തപ്പെടൽ. ഇതെല്ലാം ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത അടയാളങ്ങളാണ്. ഏതെങ്കിലും 2 എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, സ്വർഗവാസികൾക്ക് ഉണ്ടാവാത്ത കാര്യങ്ങൾ. രോഗം, വാർദ്ധക്യം, മരണം. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.